ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നേക്കുന്നുണ്ടല്ലോ 2 നാടൻ പലഹാരമായിട്ടാട്ടോ. ഒന്ന് നമ്മുടെ ഉണ്ടംപൊരി, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടംപൊരി എന്നാ പറയുന്നത്. ചില നാട്ടിൽ സ്വീറ്റ് ബോണ്ട, ബോണ്ട അങ്ങനെ പല പേരിൽ പറയും ട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. വേറെ ഏതെങ്കിലും പേരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഉഴുന്നുവടയും ഉണ്ട് ട്ടോ. ആദ്യം നമുക്ക് ഉണ്ടംപൊരിക്കുള്ള മാവ് കുഴയ്ക്കാം ട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര എടുത്ത് പാവ് കാച്ചാനുണ്ട്. ഇപ്പൊ 125 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഉരുക്കാൻ വെക്കുവാണേ. നമ്മൾ ഈ ഉരുക്കിയ ശർക്കര ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി തണുത്താൽ മാത്രമാട്ടോ നമുക്ക് മാവിലോട്ട് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് ജീരകവും ഏലക്കയും പഞ്ചസാരയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ 125 ഗ്രാം കൊള്ളുന്ന കപ്പാട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് 2 കപ്പ് വേണം. അതിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയാട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ പൊടി എടുത്തേക്കണം. അപ്പം 250 ഗ്രാം വരും. അപ്പം അതിൻ്റെ കറക്റ്റ് പകുതിയാട്ടോ നമ്മൾ മധുരം എടുത്തത്. ശർക്കര എടുത്തേക്കണം 125 ഗ്രാം ആണ്. അത് നമുക്ക് ഒരുപാട് മധുരമല്ല, ആവശ്യത്തിന് കറക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പാകത്തിനുള്ള മധുരമുള്ളൂ. നല്ലോണം മധുരമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 150 ഗ്രാമും 200 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് വരെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ കറക്റ്റ് പകുതിയാണ് മധുരം എടുക്കേണ്ടത്, ശർക്കര എടുക്കേണ്ടത്. നമുക്ക് ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സോഡാക്കാറുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക, ജീരകം, പഞ്ചസാര കൂടി പൊടിച്ചു വെച്ചിട്ടില്ല, ആ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടോ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ഇതിലോട്ടേ ഇനി ശർക്കരപ്പാനി അരിച്ചൊഴിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ 1/2 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ ഉണ്ടാക്കണ്ട കേട്ടോ. കാരണം മൊത്തം വെള്ളം നമുക്ക് ഇതിന് ആവശ്യം വരുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് മധുരം കുറഞ്ഞു പോകും. പിന്നെ ആവശ്യമുള്ള ഇനി ഇതിലും കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പോവാണേ. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി പോയട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മൈദ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ പരുവത്തിലുള്ള മാവാട്ടോ തൽക്കാലം വേണ്ടത്. നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഈ മാവാണ് ഇപ്പോൾ തൽക്കാലം വേണ്ടത്. ഇത് നമുക്ക് ഒരു 5 മണിക്കൂർ ഇങ്ങനെ പുളിപ്പിക്കാൻ വെക്കാം. അടച്ചു വെച്ചിട്ട് പുളിപ്പിക്കാൻ വെക്കാം. 5 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടല്ലോ, പാളയംകുടം പഴം ഉണ്ടല്ലോ, ഒരു 4 പാളയംകുടം പഴം എടുത്ത് മിക്സിയിൽ നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് എന്താ പറയുക, നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ അടിച്ച പഴം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കുവാണേ. ചില ആൾക്കാർ ഈ മാവ് കുഴയ്ക്കുന്ന അതേ സമയത്ത് തന്നെ പഴം അടിച്ചൊഴിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഒഴിച്ച സമയത്ത് എനിക്ക് ഉണ്ടംപൊരി എണ്ണയിലിട്ട് വറുക്കുമ്പോൾ ഉണ്ടല്ലോ വിണ്ട് കീറി വരും, ഓപ്പൺ ചെയ്ത് ഇങ്ങനെയൊക്കെ വരും, കറക്റ്റ് ഷേപ്പിൽ വരത്തില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നേ. മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് താഴോട്ട് വീഴുന്ന രീതിയിൽ, ഇങ്ങനെ വലിഞ്ഞ് വീഴുന്ന രീതിയിൽ ഈ കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ കൂടി പുളിപ്പിക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ മാവിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിലോ വെളിച്ചെണ്ണയിലോ വറുത്തിടാം കേട്ടോ. നമ്മൾ തേങ്ങാക്കൊത്ത് മാത്രമായിട്ട് എടുത്തുള്ളൂ, വറുക്കുന്ന എണ്ണ ഒഴിക്കത്തില്ല. അപ്പം നെയ്യാണെങ്കിലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടംപൊരി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള, മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണ ചൂടാക്കി എടുക്കണേ. ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് നല്ലതായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടംപൊരി ഉണ്ടാക്കാൻ പോണ സമയത്ത് ഇത് മീഡിയം ഫ്ലെയിമിലാക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടംപൊരിയുടെ ഉള്ളു വേവത്തില്ല. മീഡിയം ഫ്ലെയിം അതിലേക്കാളും കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ച് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങക്കൊത്ത് ഇട്ടല്ലോ, അതും കൂടി ഇതിലിട്ടിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് എങ്ങനെ എണ്ണയിലിട്ട് ഇടുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ 2 കൈയും നല്ലതായിട്ട് നനച്ചിട്ട് വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത്, ഏകദേശം ഒരു വലിയ ഉരുള മാവെടുത്തിട്ട് 2 കൈ യൂസ് ചെയ്യേണ്ടവർ, ഒരു കൈ എന്ന് വെച്ചാൽ ഏകദേശം ഒരു റൗണ്ട് ആവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിടിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ കേട്ടോ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് ഷേപ്പിൽ റൗണ്ട് വേണമെന്നില്ല കേട്ടോ. ഏകദേശം ഒരു റൗണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലിട്ട്. പിന്നെ എണ്ണയിൽ കിടന്ന് അത് നല്ലതായിട്ട് വീർത്ത് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് റൗണ്ടിൽ നമുക്ക്
ഉണ്ടംപൊരി കിട്ടും കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടംപൊരിയുടെ ഉള്ളു വേവത്തില്ല കേട്ടോ. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് കോരാം കേട്ടോ. നമുക്ക് ഇനി നാട്ടിൻപുറത്തേക്ക് ചായക്കടയിൽ ഉണ്ടാക്കുന്ന ആ രീതിയിൽ മാവ് ഒന്ന് എണ്ണയിലോട്ട് ഒഴിച്ചു നോക്കാം കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങനെ അത്രയും സക്സസ് ആവത്തില്ല കേട്ടോ, കാരണം അവരൊക്കെ എത്രയോ വർഷം ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ സ്പീഡിൽ ഇടാൻ പഠിച്ചത്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. അങ്ങനെ കണ്ട എനിക്ക് നല്ല ഷേപ്പിലൊന്നും അല്ല കേട്ടോ മാവ് എണ്ണയിലിട്ട് വീണേക്കുന്നത്. അപ്പോൾ ഇനി അത് പൊങ്ങി വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ആദ്യം എന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്നിട്ടാണ് നമ്മൾ ഉരുട്ടി ഇടാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. പക്ഷെ അവർ എത്രയോ വർഷത്തെ ഉണ്ടാക്കി അവർക്ക് അങ്ങനെ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ മാവ് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കറക്റ്റ് റൗണ്ടൊന്നും അല്ല കേട്ടോ വന്നേക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ തള്ളിയും പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിക്കൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉണ്ടകളാക്കിയിട്ടുണ്ട്, കാരണം ഞങ്ങൾ കുറച്ചധികം പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ വലിയ ഉണ്ടകളാക്കിയാൽ ഞങ്ങൾക്ക് തികയത്തില്ല. അപ്പം നമുക്കിനി ഉഴുന്നുവടയിലിട്ട് പോവാം. ഞാൻ ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്ന് വെള്ളത്തിലിടുക കേട്ടോ. 2 കപ്പ് ഉഴുന്നാണ് വെള്ളത്തിലിടുന്നത്. 400 ഗ്രാം ഉഴുന്നുണ്ട്. ഇതൊരു എനിക്ക് തോന്നുന്നു 25-നും 30, മീഡിയം സൈസ് ആണെങ്കിൽ 25-നും 30-നും ഇടയ്ക്ക് നമുക്ക് ഉഴുന്നുവട കിട്ടും കേട്ടോ. ഞാൻ വൈകിട്ടത്തേക്കാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ ഉഴുന്നുപരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂറൊക്കെ നല്ലതായിട്ട് കുതിർന്നതിന് ശേഷം ഞാൻ തിരിച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അത് അവിടെ ഇരുന്ന് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കും. അപ്പം നല്ലതായിട്ട് ഉഴുന്നങ്ങ് തണുക്കുക. എന്നിട്ടാട്ടോ നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ടാട്ടോ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത്. ഞാൻ ഈ ഉഴുന്നുവടയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്നെല്ലാം കറക്റ്റ് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി. അല്ല എങ്കിൽ കുറച്ച് വെള്ളം, 1 സ്പൂൺ വെള്ളമൊക്കെ ആദ്യം ഒഴിച്ച് അങ്ങനെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അപ്പം നമ്മുടെ മാവ് നമുക്ക് എന്താണ് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഞാനൊരു ചോപ്പർ എടുത്തിട്ട് ഒരു വലിയ സവാള കേട്ടോ ഞാൻ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഒരു 5-6 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ സവാള ഇടുന്നേക്കാൾ മുന്നേ ഇത് നല്ലതായിട്ട് കൈ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അത് കുഴപ്പമില്ല, നമ്മൾ ഇപ്പോഴാണെങ്കിലും ഈ മാവ് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണേ കൈ കൊണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. നമ്മൾ കുറഞ്ഞത് ഒരു 5 മിനിറ്റ് എങ്കിലും ഇങ്ങനെ കൈവച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും മാവ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയെന്ന് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ മാവ് അതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ മേളിൽ തന്നെ കിടക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ മാവ്. ഈ മാവ് പുളിപ്പിക്കാനൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാമേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മുരുമുര നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു നീ കുറച്ച് പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കുക, നല്ല അടിപൊളിയായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പുട്ടുപൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. എനിക്ക് രണ്ടിനും ഏകദേശം ഒരുപോലെ തന്നെ ആട്ടോ റിസൾട്ട് വന്നിട്ടുള്ളത്. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താലും പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുത്തപ്പോഴും എനിക്ക് കറക്റ്റ് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ എണ്ണ നല്ല ചുട്ടുപഴുത്ത് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം മാത്രമേ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് ഇട്ട് കൊടുക്കാമുള്ളൂ. ഉഴുന്നുവടയുടെ മാവ് ഇട്ട് അപ്പം തന്നെ നമ്മളത് മീഡിയം ഫ്ലെയിമിലായിട്ട് ആക്കണം, അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിത് കറക്റ്റ് ഷേപ്പ് ഒന്നും നോക്കുന്നില്ല കേട്ടോ. നമുക്ക് ഗസ്റ്റ് ഉണ്ട്, നമുക്ക് കുറച്ചധികം ഉണ്ടാക്കാനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും നോക്കുന്നില്ല. കയ്യിൽ തോന്നുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ടാഗും ചെയ്തേക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയും നല്ല സോഫ്റ്റായി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടംപൊരിയും നല്ല സോഫ്റ്റ് ആയിരുന്നു ഉള്ളിലൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഉണ്ടംപൊരി ആയിട്ട് ഇതിൽ രണ്ടിലും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഉഴുന്നുവട എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ ഉണ്ടംപൊരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.